ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു RCC സ്ട്രക്ചറൽ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ളതാണ്. ഇതുപോലെ നമ്മളൊരു സിമിലർ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ കോളംസും ബീംസും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ കോളം പെഡസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ടൈം ലിമിറ്റേഷൻ മൂലമാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കോളം പെഡസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതൊരു ഡിഫറെൻറ്റ് ഫ്രെയിമാണ്. അതിൽ പറയാത്ത പല കാര്യങ്ങൾ ഇതിൽ പറയും, അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ പറയുന്നതുമില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗ്രിഡാണിത്. ഇവിടെയാണ് നമ്മൾ കോളംസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം ലെവൽ 1 നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയാണ് നമ്മൾ കോളം പെഡസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോളം എടുക്കുകയാണ്. ആർക്കിടെക്ചറൽ മെനുവിൽ കോളം, സ്ട്രക്ചറൽ കോളമാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് എനിക്കിവിടെ കിട്ടിയതൊരു ഐ സെക്ഷനാണ്. അതെനിക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ ഈ ലിറ്റിൽ ആരോ നമ്മൾ ക്ലിക്ക് ചെയ്താൽ പോലും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളംസ് ഒന്നുമില്ല. സോ ലോട്ട് ഫാമിലി എടുത്തു. സ്ട്രക്ചറൽ കോളംസിൽ കോൺക്രീറ്റിൽ റെക്ടാങ്കിൾ കോളം എന്നുള്ളത് എടുത്ത് ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരു സൈസ് വന്നിട്ടുണ്ട്, പക്ഷേ ദിസ് ഇസ് നോട്ട് മൈ ചോയ്സ്. സോ ഐ ക്ലിക്ക് ഓൺ ദിസ് എഡിറ്റ് ടൈപ്പ് ആൻഡ് ഫ്രം ഹിയർ ഐ ഫസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ്. ഞാൻ പേര് കൊടുക്കുകയാണ് 24/45. അതാണ് എൻ്റെ കോളം സൈസ്. പിന്നെ CM2 എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ ഞാനിത് എഡിറ്റ് ചെയ്യാണ്. 30ക്ക് പകരം 24, 45 എടുത്ത് നിൽക്കട്ടെ. എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ കോളം ആയി. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൂടിയുണ്ട്. ഇവിടെ റൊട്ടേറ്റ് ആഫ്റ്റർ പ്ലേസ്മെൻ്റ് എന്നുണ്ട്. അത് നമുക്ക് ഒന്നും ചെയ്യാനില്ല, അത് വിട്ടേക്കുക. ഇവിടെ ഹൈറ്റ് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡെപ്ത്തും കാണാം, ഹൈറ്റും കാണാം. നമുക്കിപ്പോൾ ഡെപ്ത്താണ് വേണ്ടത്. കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കോളം പെഡസ്റ്റൽസ് ആണ്. അത് ഡൗൺവേർഡ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഈ കേസിൽ. പിന്നെ നമുക്കിവിടെ അൺകണക്റ്റഡ് എന്ന് കാണാം. ഇവിടെ നമുക്ക് അൺകണക്റ്റഡ് തന്നെയാണ് നമ്മുടെ ചോയ്സ്. കാരണം ഈ ലെവൽ 1 ബിനീത്ത് വേറൊരു ലെവൽസും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവർ കൊടുക്കാമായിരുന്നു. അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ. പിന്നെ ഈ 150 സെൻറ്റിമീറ്റർ അതൊക്കെയാണ്. സോ നമ്മൾ ഈ അറ്റ് ഗ്രിഡ് ഇൻ്റർസെക്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് മൊത്തമായി ഡ്രാഗ് ചെയ്തിട്ട് നമുക്കൊരു വാർണിംഗ് വന്നിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ വ്യൂസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എലിമെൻറ്റ്സ് ഒന്നും വിസിബിൾ അല്ല എന്നുള്ളതാണ് ആ വാർണിംഗ് പറയുന്നത്. അത് കുഴപ്പമില്ല, നമുക്കത് വിസിബിൾ ആക്കാം. അതിനായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസിൽ പോവുക. എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ നമ്മുടെ ഈ വ്യൂ റേഞ്ച് എന്ന് വരുന്ന ഭാഗം ഒന്ന് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ അസോസിയേറ്റഡ് ലെവൽ എന്നുള്ള ഭാഗത്തെ ഓഫ് സെറ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. -1 കൊടുക്കാം. അതുപോലെ തന്നെ വ്യൂ ഡെപ്തും മാറ്റി കൊടുക്കണം, എങ്കിലേ ഇത് വർക്ക് ആവുകയുള്ളൂ. അപ്ലൈ, ഓക്കെ. ഇപ്പം നമുക്ക് കോളംസൊക്കെ കാണാം. നമുക്ക് ഈ ഒന്ന് എലിവേഷൻസ് പോകാം. വെസ്റ്റ് എലിവേഷൻ എടുത്തു. ഇതാണ് നമ്മുടെ കോളം പെഡസ്റ്റൽ. ആക്ച്വലി ഈ ലെവൽ 2 ആണ് പ്ലിന്ത് ലെവൽ. നമ്മൾ കോളം പെഡസ്റ്റൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലെവൽ 1 നിന്നും താഴേക്കാണ്. പക്ഷേ നമുക്കിത് ലെവൽ 2 വരെ കൊണ്ടുവരണം. അതിന് വെറുതെ ഈ കോളം ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് കോളംസ് മാത്രമാണോ സെലക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫിൽറ്ററിൽ നിന്ന് പോവുക. അത് മാത്രം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ പ്രോപ്പർട്ടീസ് ബ്രൗസറിൽ വന്നിട്ട് ഇതിൻ്റെ ബേസ് ലെവൽ 1, ടോപ്പ് ലെവൽ 1. ഇതിൽ ഈ ബേസ് ലെവൽ എന്നുള്ളത് അതൊന്ന് നിൽക്കട്ടെ, കുഴപ്പമില്ല. ടോപ്പ് ലെവൽ 1 എന്ന് മാറ്റി 2 കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ഇപ്പോൾ കണ്ടോ, മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോളം പെഡസ്റ്റലാണ് ക്രിയേറ്റ് ചെയ്ത് ഇനി കോളംസ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ലെവൽ 2 വരികയാണ്. ഇവിടെയാണ് കോളംസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ വീണ്ടും സെയിം സൈസ് കോളം എടുത്തിട്ട് ഇവിടെ ഡെപ്ത്ത് നിന്ന് നമുക്ക് മാറണം. നമുക്കിനി കോളമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹൈറ്റിലേക്കാണ് പോകേണ്ടത്. ഹൈറ്റ് എടുക്കുകയാണ്. ഇവിടെ അൺകണക്റ്റഡ് എന്ന് മാറ്റിയിട്ട് ഏത് ഹൈറ്റിലേക്കാണ് പോകേണ്ടത്? നമ്മളിപ്പോൾ ലെവൽ 2 നമുക്ക് പോകേണ്ടത് ലെവൽ 3ലേക്കാണ്. ലെവൽ 3 സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ എടുത്ത ഗ്രിഡിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഗ്രിഡ്സ് സെലക്ട് ചെയ്യുക. കൺട്രോൾ കീ ഹോൾഡ് ഡൗൺ ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഫിനിഷ് ചെയ്യുക. നമ്മുടെ കോളംസ് എത്തിയിട്ടുണ്ട്. എസ്കേപ്പ് കീ 2 പ്രാവശ്യം ഹിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വെസ്റ്റ് എലിവേഷനിൽ വരിക. നമ്മുടെ കോളംസ് ഇവിടെ ഉണ്ട്. ഇനി നമുക്കിത് മറ്റ് എല്ലാ ലെവലിലും വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ ഈ കോളം ഇങ്ങനെ സെലക്ട് ചെയ്യുക. കോളംസ് മാത്രമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്ററിൽ നോക്കുക, കുഴപ്പമില്ല. എന്നിട്ട് കോപ്പി എടുക്കുക. കോപ്പി എടുത്ത് നമുക്ക് ഈ ലെവൽസ് സെലക്ട് ചെയ്യുക. അടുത്ത ലെവൽ സെലക്ട് ചെയ്താൽ മതി. പക്ഷേ ഇത് കോൺസ്ട്രെയിൻ കിടക്കുന്നത് കൊണ്ട് വൈ ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്യത്തില്ല. അതുകൊണ്ട് കോൺസ്ട്രെയിൻ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ലെവൽ സെലക്ട് ചെയ്യുക, ഈ ലെവൽ സെലക്ട് ചെയ്യുക. എഗെയിൻ ഇത് വീണ്ടും കോപ്പി ചെയ്യുക. കോൺസ്ട്രെയിൻ റിമൂവ് ചെയ്യുക. ഈ ലെവൽ സെലക്ട് ചെയ്യുക, ഈ ലെവൽ സെലക്ട് ചെയ്യുക. നമുക്കത് വേറെ രീതിയിലും ചെയ്യാം. നമുക്ക് ലെറ്റ്സ് അൺഡു ഇറ്റ്. ഇപ്രാവശ്യം നമ്മൾ ഈ കോളംസ് മൊത്തം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എടുക്കുന്നു. ദെൻ ഗോ ടു പേസ്റ്റ്, അലൈൻ സെലക്ടഡ് ബീംസ് ആൻഡ് ഫ്രം ഹിയർ സെലക്ട് ലെവൽ 4, ഹോൾഡ് ഡൗൺ ടു കൺട്രോൾ കീ ആൻഡ് സെലക്ട് ലെവൽ 5 ആൻഡ് ദെൻ click on OK.
എല്ലാ കോളംസും ദേ ഹാവ് റീച്ച് ദെയർ ഡെസിഗ്നേറ്റഡ് ലെവൽസ്. സോ അത് കഴിഞ്ഞു. ഒന്ന് 3D ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്ലിന്ത് ബീംസ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ലെവൽ 2 ചെല്ലുന്നു. ഞാൻ സ്ട്രക്ചറൽ മെനുവിൽ പോകുന്നു. ഫ്രം വെയർ ഐ ടേക്ക് ദിസ് ബീം ഓപ്ഷൻ and here I get some kind of I-beam which I don't want now, so I go to this load family. ഇവിടെ നിന്ന് ഞാൻ ലൈബ്രറീസ് സ്ട്രക്ചറൽ ഫ്രെയിമിംഗ് എടുക്കുകയാണ്. ഇവിടെ കോൺക്രീറ്റിൽ rectangle beam, but this size is too big for me, so I go to edit type and first I duplicate that. ഇവിടെ ഞാൻ പുതിയ പേര് കൊടുക്കുന്നു 2045. ഞാൻ ഇവിടെ നിന്ന് ഇത് മാറ്റുകയാണ്. ഡയമെൻഷൻ ബി ഞാൻ 20 ആക്കുന്നു. ഡയമെൻഷൻ എച്ച് ഐ പുട്ട് 40 there. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഓൺ ഗ്രിഡ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് ഗ്രിഡ്സ് 2 ഡയറക്ഷനെ സെലക്ട് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. ബീംസ് എത്തി. എസ്കേപ്പ് കീ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. ഇനി നമുക്കൊന്ന് 3D നോക്കാം. ഇതേ സെക്ഷനിലുള്ള ബീംസ് തന്നെയാണ് ഞാൻ ഫ്ലോറിൽ ഒക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് കോപ്പി ചെയ്യാം. അതിനായിട്ട് ഈ വെസ്റ്റ് എലിവേഷനിൽ വരിക, എന്നിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുക. Then go to copy to clipboard, then click on paste aligned selected levels. Select all the levels other than 1 and 2. I select 3, holding down my control key. I select 4, 5 and then OK. എല്ലാ ബീംസ് എത്തിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ സ്ട്രക്ചർ ഫ്രെയിം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫൂട്ടിങ്, ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് കൊടുക്കണം. ലെവൽ 1 പോവാം. എന്നിട്ട് സ്ട്രക്ചർ ഐസൊലേറ്റഡ്, ഒരു വാർണിംഗ് ഉണ്ട്, നമ്മൾ എസ് കൊടുക്കാം. അതിനുശേഷം ലൈബ്രറിയിൽ സ്ട്രക്ചറൽ ഫൗണ്ടേഷൻസിൽ ഈ ഫൂട്ടിംഗ് റെക്റ്റാങ്കിൾ എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു കൈൻഡ് ഓഫ് ഫൂട്ടിംഗ് എത്തിയിട്ടുണ്ട്, ബട്ട് ദ സൈസ് ഇസ് നോട്ട് ഓക്കെ ഫോർ മീ അറ്റ് ദിസ് ടൈം. സോ ഐ ടേക്ക് ദിസ് എഡിറ്റ് ടൈപ്പ്. ഫ്രം ഹിയർ ഐ ടാപ്പ് ഓൺ ദിസ് ഡ്യൂപ്ലിക്കേറ്റ് ടു ഡ്യൂപ്ലിക്കേറ്റ് ദ ഐറ്റം in order not to harm anything that is inbuilt. So I put a name over here. My name is 165 by 145 by 35. It's actually the size of my foundation. I create and I put CM2 as a suffix and I click on this OK. ഇവിടെ ഈ 45 and 35 ആക്കുന്നു. Width I put 144 here and length I change it into 165 and OK കൊടുക്കുക. അറ്റ് ഗ്രിഡ്സ് ഓപ്ഷൻ എടുത്തിട്ട് ഈ ഗ്രിഡ് കൺട്രോൾ കീ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ട് ഈ ഗ്രിഡ് സെലക്ട് ചെയ്യുക. വീണ്ടും ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്, ഇതിൽ വിസിബിൾ അല്ലെന്നാണ്. നമുക്കത് വിസിബിൾ ആക്കാൻ വേണമെങ്കിൽ പ്രോപ്പർട്ടീസ് ബ്രൗസറിൽ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് വ്യൂ റേഞ്ച് എടുക്കുക. വ്യൂ റേഞ്ച് എടുത്തിട്ട് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഓഫ്സെറ്റ് -150 ആണ്. അത് നമുക്ക് ഒരു 35 കൂടെ ആഡ് ചെയ്തുകൊണ്ട് -185 എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൽ കൂടി ഒരു വാല്യൂ കൊടുക്കുക. അപ്ലൈ ഓക്കെ. ഇപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ കാണാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ഞാൻ ലെവൽ 2 വന്നു. ഈ കോർണറിലാണ് നമുക്ക് സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ആർക്കിടെക്ചർ മെനുവിൽ നിന്നും സ്റ്റെയർ എടുത്തു. ഈ റെയിലിംഗ് ഞാൻ ആദ്യം തന്നെ ഓഫ് ചെയ്യുകയാണ്. ഞാൻ കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇവിടെ എനിക്ക് ഒരു മോണോളിത്തിക് സ്റ്റെയർ 2 എന്ന് ഉണ്ട്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്ക് സ്റ്റെയർ ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഈ സ്റ്റെയർ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ ലൈനിൽ വന്നിട്ട് ഈ റൺ റൈറ്റ് എന്നുള്ളത് നമ്മൾ ലെഫ്റ്റ് ആക്കുകയാണ്. ഇപ്പോൾ ഇത് ഓക്കെയാണ്. ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റ് 3 മീറ്റർ ലെങ്തിൽ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡ് ഫ്ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബട്ട് ഒരു പ്രോബ്ലം, ലൊക്കേഷൻ ലൈൻ വീണ്ടും പ്രശ്നമാണ്. നമ്മൾ ലൊക്കേഷൻ ലൈനിൽ വന്നിട്ട് ഈ റൺ ലെഫ്റ്റ് എന്നുള്ളത് മാറ്റി റൺ റൈറ്റ് കൊടുത്തു. സെക്കൻഡ് ഫ്ലൈറ്റും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെയറിൻ്റെ സെക്ഷൻ എന്ന് കാണാം. അതിനായിട്ട് വ്യൂവിൽ സെക്ഷൻ, ഈ സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. സെക്ഷനിൽ സെക്ഷൻ 1 ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ സെക്ഷൻ. യു സി ദിസ് ഈസ് അവർ സെക്ഷൻ ആൻഡ് ദിസ് ഈസ് അവർ സ്റ്റെയർ. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി യു ക്യാൻ സീ ദാറ്റ് our stair has not reached its designated level and it's level 3. So what do? We select this stair and then we go to edit stairs. Then we select the second flight and then you go to the properties browser, scroll down a bit. Here we can see an option that says N with the riser. It is checked now. Let's uncheck it and let's scroll up and we see relative top, it's 330, but the actual height is 315. Level 3 minus level 2, that's 360 minus 45, that is 315. So we have to change this to 315 and apply. Okay, അപ്പോൾ നമ്മുടെ സ്റ്റെയർ ഇപ്പോൾ നോക്ക്, ഇറ്റ് ഹാസ് റീച്ച് വെയർ ഇറ്റ് ഷുഡ് ബി. നമുക്ക് അതുകൊണ്ട് ഈ ഗ്രീൻ ആരോ ടാപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ബട്ട് സ്റ്റിൽ സം പ്രോബ്ലംസ് റിമെയിൻസ് അൺസോൾവ്ഡ്. നമ്മൾ ഈ സ്റ്റെയർ എടുത്ത് നോക്കുക.
ഇത് ഇവിടെ ഇതിൻ്റെ സപ്പോർട്ടിംഗ് ബീമാണിത്. ഇതിവിടെ ടച്ച് ആയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഈ ബീം ഇതിൻ്റെ സെൻട്രൽ വരെയെങ്കിലും എത്തേണ്ടതാണ്. അതുപോലെ ഇവിടെ ഇത് എയറിൽ നിൽക്കുകയാണ്. ഇത് ഇവിടെ ഒരു ബീമിലും ടച്ച് ആവേണ്ടതാണ്. സോ നമുക്ക് വീണ്ടും ഇത് എഡിറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ലെവൽ 2 പോകുന്നു, സ്റ്റെയർ സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് സ്റ്റെയർ കൊടുക്കുന്നു, ഫസ്റ്റ് റൈറ്റ് സെലക്ട് ചെയ്യുന്നു, ദെൻ മൂവ് ടു ദ മിഡ് ലൈൻ ഓഫ് ദ ബീം. ഇവിടെ നമുക്കൊരു എറർ മെസ്സേജ് കിട്ടുകയാണ്. നമുക്ക് ഇവിടെ അൺജോയിൻ ചെയ്യാം. കാര്യം ഓൾറെഡി ഇത് അൺജോയിൻ ആയിട്ടുണ്ട്. ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ലാൻഡിങ് സെലക്ട് ചെയ്യാം, എന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്യാം. ഈ ഗ്രീൻ ലൈൻ ഇറേസ് ചെയ്യാം, ഈ ഗ്രീൻ ലൈൻ ഇറേസ് ചെയ്യാം, അതുപോലെ ഈ സ്റ്റെയർ പാത്ത് ഇറേസ് ചെയ്യാം. ഇവിടെ പിക്ക് ലൈൻ എടുത്തിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ട്രിമെക്ഷൻ കമാൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. എന്നിട്ട് സ്റ്റെയർ പാത്ത് റീഡിഫൈൻ ചെയ്യുക. ഇനി ഫിനിഷ് ചെയ്യുക. സ്റ്റെയർ ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും സെക്ഷനിലൊന്ന് പോവാം. അതെ, ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട്, ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട്, ഇതിവിടെയും സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും സ്റ്റിൽ ഒരു ബീം വേണം. അത് നമുക്കിനി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ലെവൽസ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ആർക്കിടെക്ചർ മെനുവിൽ നിന്നും റഫ് പ്ലെയിൻ എടുത്തിട്ട് ഒരു റെഫറൻസ് പ്ലെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു നെയിം കൊടുക്കാം, GF സ്റ്റെയർ ലാൻഡിംഗ് ടോപ്പ് ലെവൽ. ഇനി നമുക്കിത് രണ്ട് തരത്തിൽ റിസോൾവ് ചെയ്യാം. ഇതേ ബീം തന്നെ മതിയെങ്കിൽ ഈ ബീം ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി കൊടുത്തിട്ട് ഈ കൺസ്ട്രെയിൻ അൺചെക്ക് ചെയ്തിട്ട് ഈ ലെവൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് പുതിയ റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ബീം അങ്ങോട്ട് കോപ്പി ആവുന്നതായിരിക്കും. ഇനി വേറൊരു മെത്തേഡ് കാണിക്കാം. നമുക്ക് ഈ ബീം തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ഇവിടെ സെറ്റ് പ്ലെയിൻ എടുത്തുകൊണ്ട് വന്നിട്ട് നെയിം എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം GF സ്റ്റെയർ ലാൻഡിംഗ് ടോപ്പ് ലെവൽ എന്ന പ്ലെയിൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഒരു വ്യൂ പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുള്ളത് ലെവൽ 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലെവൽ 3 കൊടുക്കുക, എന്നിട്ട് ഓപ്പൺ വ്യൂ കൊടുക്കുക. ഇനി സ്ട്രക്ചറിൽ ചെന്നിട്ട് ബീം എടുത്തിട്ട് ഇങ്ങനെ ഒരു ബീം ക്രിയേറ്റ് ചെയ്യുക. വാർണിംഗ് ഉണ്ട്, അത് കുഴപ്പമില്ല. വീണ്ടും സെക്ഷനിൽ പോവുക. ഇത് ഇവിടെ ബീം ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ ഫ്ലോറിലും സ്റ്റെയർ വേണം. അതിന് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ ഈ സ്റ്റെയർ സെലക്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കോപ്പി എടുത്തിട്ട് കൺസ്ട്രെയിൻ റിമൂവ് ചെയ്തതിന് ശേഷം ലെവൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റെയർ സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുക, ലെവൽ 3 സെലക്ട് ചെയ്യുക, കൺസ്ട്രെയിൻ അൺചെക്ക് ചെയ്യുക, എന്നിട്ട് ലെവൽ 4 സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് സ്റ്റെയർ ചെയ്യാവുന്നതാണ്. മറ്റൊരു വഴി, നമ്മൾ ഈ സ്റ്റെയർ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ലെവൽസ് എന്ന ഈ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ കണക്ട് ടു ലെവൽസ് ടാപ്പ് ചെയ്തിട്ട് 4th ലെവലും കൺട്രോൾ കീ ഹോൾഡ് ഡൗൺ ചെയ്തുകൊണ്ട് 5th ലെവലും സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു മൾട്ടി സ്റ്റോറി സ്റ്റെയർ ആയിരിക്കും. ഇനി നമുക്ക് ഈ രണ്ട് ലാൻഡിംഗ് ലെവലിലും ബീംസ് ആവശ്യമാണ്. അതിന് ഈ ബീം സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി എടുക്കുക, കൺസ്ട്രെയിൻ അൺചെക്ക് ചെയ്യുക, എന്നിട്ട് ലെവൽ 2 സെലക്ട് ചെയ്യുക, എന്നിട്ട് ലെവൽ 3 സെലക്ട് ചെയ്യുക. എപ്പോഴും ലെവൽസ് ടു ലെവൽസ് ആയിട്ട് സെലക്ഷൻ കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ലെവൽസ് എപ്പോഴും വെർട്ടിക്കലി ഇൻലൈനിലായിരിക്കും. അഗെയിൻസ് കോപ്പി ചെയ്യുക, ലെവൽ 3 സെലക്ട് ചെയ്യുക, കൺസ്ട്രെയിൻ അൺചെക്ക് ചെയ്യുക, ലെവൽ 4 സെലക്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാ സ്റ്റെയർ ലാൻഡിങ്ങിലും ബീംസ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ 3D ഒന്ന് കാണാം. ഇനി നമുക്ക് ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ ഒരു കാൻലിവർ സ്ലാബ് ആവശ്യമാണ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ലെവലിൽ കുറച്ച് കാൻലിവർ ബീംസ് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ലെവൽ 3 പോവാം. ഒരു ബീം ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ചർ, ബീം, ഇങ്ങനെ ഒരു ബീം ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ എലിവേഷനിൽ പോവാം, അതായത് വെസ്റ്റ് എലിവേഷനിൽ പോവാം. ഇതാണ് പ്രശ്നം. നമ്മൾ ലെവൽ 3 ഈ ബീം ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഈ ബീം ശരിക്കും ക്രിയേറ്റ് ആയത് ഈ റെഫറൻസ് പ്ലെയിനിലാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ലാൻഡിംഗ് ലെവലിൽ നമ്മളൊരു ബീം ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇവിടെ കാണുന്നില്ല. അത് കാണണമെങ്കിൽ ഈ എലിമെൻറ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓവർറൈഡ് ഗ്രാഫിക്സ് ഇൻ വ്യൂ സെലക്ട് ചെയ്യുക, ബൈ എലിമെൻറ്റ് സെലക്ട് ചെയ്യുക, ഇതിൻ്റെ ട്രാൻസ്പാരൻസി ഒന്ന് കൂട്ടിക്കൊടുക്കുക. ഇപ്പം ഇവിടെ ബീം കാണാം. ഈ ബീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ റെഫറൻസ് പ്ലെയിനെ വർക്ക് പ്ലെയിൻ ആക്കി മാറ്റി. ഇപ്പോഴും നമ്മുടെ കറണ്ട് വർക്ക് പ്ലെയിൻ ഈ റെഫറൻസ് പ്ലെയിനാണ്. അതുകൊണ്ടാണ് നമ്മൾ 3rd ലെവലിൽ നിന്നുകൊണ്ട് ഈ ബീം ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ റെഫറൻസ് പ്ലെയിനിൽ ആ ബീം ക്രിയേറ്റ് ആയത്. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ആവശ്യമില്ല. ഈ ബീം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സെറ്റ് വർക്ക് പ്ലെയിൻ എടുക്കുന്നു, എന്നിട്ട് നെയിം എന്ന ഓപ്ഷൻ എടുക്കുന്നു. ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും ലെവൽ 3 എടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഫ്ലോർ പ്ലാൻ വ്യൂ ലെവൽ 3 തന്നെ എടുത്താൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് ഓപ്പൺ വ്യൂ കൊടുക്കുന്നു. ഇവിടെ ഇനി കാൻലിവർ ബീംസ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ആദ്യം മോഡൽ ലൈൻ എടുത്തു. ഇവിടുന്ന് ഒരു മോഡൽ ലൈൻ വരച്ചു. അതിനെ കാൻലിവർ ലെങ്ത് ഓഫ്സെറ്റ് ചെയ്യാം. 130 കാൻലിവർ ലെങ്ത്. അത് പുറത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഇനി സ്ട്രക്ചറിൽ പോകാം. ബീം സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും ഈ മോഡൽ ലൈൻ വരെ ഒരു ബീം ക്രിയേറ്റ് ചെയ്യാം.
ഇതാണ് നമ്മുടെ ബീം. ഈ ബീമിനെ സെലക്ട് ചെയ്യാം, കോപ്പി ചെയ്യാം. ഇവിടെ കൺസ്ട്രെയിൻ ചെക്ക്ഡ് ആണെങ്കിലും കുഴപ്പമില്ല, കാരണം എക്സ് ആക്സിലെയും സി ആക്സിലെയും മൂവ്മെൻറ്റ് കൺസ്ട്രെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തില്ല. ഈ കൺസ്ട്രെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് വൈ ആക്സിസിലുള്ള മൂവ്മെൻ്റ് ആണ്. സോ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഈ പോയിന്റ് പിക്ക് ചെയ്യുക, മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക, എന്നിട്ട് ഈ പോയിന്റ് പിക്ക് ചെയ്യുക, ഈ പോയിന്റ് പിക്ക് ചെയ്യുക, ഈ പോയിന്റ് പിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ കാൻഡിലിവർ ബീംസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെസ്റ്റ് എലിവേഷനിൽ പോയിട്ട് ഇത് ശരിയായ സ്ഥലത്താണോ വന്നതെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റ് സ്ഥലത്താണോ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലോർ സ്ലാബാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലെവൽ 3 തന്നെ തിരിച്ചു ചെല്ലുന്നു. ഈ മോഡൽ ലൈൻ ഉണ്ടും നമുക്ക് ഇനി ആവശ്യമില്ല. ആർക്കിടെക്ചർ മെനുവിൽ ഫ്ലോർ ആർക്കിടെക്ചർ എടുക്കുക. ഇവിടെ ഒരു ജനറേറ്റ് ഫ്ലോർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാം, ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിനൊരു പേര് കൊടുക്കാം, RCC ഫ്ലോർ 12cm2 ഇത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇവിടെ ഞാൻ എഡിറ്റ് എടുത്തു. സ്ട്രക്ചർ തിക്നെസ് ഞാൻ 12 കൊടുത്തു. അതിനുശേഷം 2 ലെയർ കൂടി ഇൻസർട്ട് ചെയ്യുന്നു. ടോപ്പ് ലെയർ ഞാൻ കോർ ബൗണ്ടറിക്ക് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ബോട്ടം ലെയർ ഞാൻ കോർ ബൗണ്ടറിക്ക് താഴെ കൊണ്ടുവരുന്നു. എന്നിട്ട് ടോപ്പ് ലെയർ ഫിനിഷ് 1 എന്ന് കൊടുക്കുന്നു. ഇത് പ്ലാസ്റ്ററിംഗ് ആണ്. അതിന് തിക്നെസ് കൊടുക്കുന്നത് 2 cm ആണ്. ബോട്ടം ഇത് സീലിംഗ് പ്ലാസ്റ്ററിംഗ് ആണ്. അതിന് കൊടുക്കുന്ന തിക്നെസ് 1 cm ആണ്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുന്നു, വീണ്ടും ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഈ പിക്ക് ലൈൻ ഓപ്ഷൻ എടുത്തിട്ട് ഈ ലൈൻ പിക്ക് ചെയ്യുന്നു, ഇത് പിക്ക് ചെയ്യുന്നു, ഇത് പിക്ക് ചെയ്യുന്നു, ഈ ബീമിൻ്റെ എഡ്ജ് പിക്ക് ചെയ്യുന്നു. അതിനുശേഷം ട്രിം ആക്ഷൻ കമാൻഡ് എടുത്തിട്ട് ഇതൊക്കെ കണക്ട് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യും. 3Dയിൽ പോയി നോക്കാം, നമ്മുടെ ഫ്ലോർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലോർ മുകളിലേക്ക് കോപ്പി ചെയ്യണം. ഫ്ലോർ സെലക്ട് ചെയ്യുക, കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, പേസ്റ്റ് അലൈൻഡ് സെലക്ടഡ് ലെവൽസ്, എന്നിട്ട് 4th ലെവലും 5th ലെവലും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതേപോലെ ഈ ബീംസും നമുക്ക് കോപ്പി ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റൂഫ് ഫ്ലോർ സ്ലാബുകളിൽ സ്റ്റെയറിൻ്റെ ഓപ്പണിങ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഈ ഫ്ലോർ സ്ലാബിൽ ഓപ്പണിങ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ്, ഫ്ലോർ സ്ലാബ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ബൗണ്ടറി എടുക്കുക, എന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുണ്ട്. ഇതാ മറ്റൊരു തരത്തിൽ ചെയ്യാം, അതെങ്ങനെയെന്ന് വിശദീകരിക്കാം. തൽക്കാലം നമുക്ക് അൺഡു ചെയ്യാം. സ്ലാബ് സെലക്ട് ചെയ്യുക, ആർക്കിടെക്ചർ മെനുവിൽ പോവുക, ഷാഫ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം 3rd ലെവലിലേക്ക് പോവുക, എന്നിട്ട് പിക്ക് ലൈൻ എടുത്തിട്ട് ഈ ലൈൻസ് പിക്ക് ചെയ്യുക, എന്നിട്ട് ട്രിം ആക്ഷൻ കമാൻഡ് എടുത്തിട്ട് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഫിനിഷ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം ബേസ് കൺസ്ട്രെയിൻറ്റ് ലെവൽ 1, അത് നമുക്ക് ലെവൽ 3 മതി. -15 കുഴപ്പമില്ല, കാര്യം നമ്മുടെ സ്ലാബിൻ്റെ തിക്നെസ് -15 ആണ്. ദെൻ ടോപ്പ് കൺസ്ട്രെയിൻറ്റ് അൺകണക്റ്റഡ് ആണ്, അത് നമുക്ക് മാറ്റിയിട്ട് ലെവൽ 5 ആക്കാം. ടോപ്പ് ഓഫ്സെറ്റ് 0 നോ പ്രോബ്ലം, അപ്ലൈ കൊടുക്കുക. ഇനി നമ്മൾ ഡീഫാൾട്ട് 3D വ്യൂവിൽ നിന്ന് പോവാം. ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. എല്ലാ സ്റ്റെയർ ഓപ്പണിങ്സും ഒറ്റ സ്ട്രെച്ചിന് വന്നിട്ടുണ്ട്. ആദ്യം ചെയ്ത മെത്തേഡ് ആയിരുന്നെങ്കിൽ ഇൻഡിവിജ്വൽ സ്ലാബ് സെലക്ട് ചെയ്ത് ഓരോ സ്ലാബിലും ഓപ്പണിങ്സ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ഈ സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ വിത്ത് ട്യൂട്ടോറിയൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.